ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് കാണുന്നത് പോലെ തന്നെ നല്ല പായസമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം സേമിയ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് നോക്കാൻ പോകുന്നത്. പക്ഷേ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയുമാണ്. അതേപോലെ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നൊരു പായസമാണിത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. അതൊരു കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ 1/2 കപ്പ് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാരമലൈസായി കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത്, പകുതി പോർഷൻ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, വീണ്ടും ഇളക്കി കൊടുക്കുക. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അതൊന്ന് ക്യാരമലൈസായി കിട്ടുകയുള്ളൂ. അതേ സമയത്ത് കരിഞ്ഞു പോകാനും പാടില്ല നമ്മുടെ സേമിയ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. എപ്പോഴും ലോ ഫ്ലെയിമിൽ നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതൊന്ന് കളർ മാറി ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സേമിയ എടുത്ത അതേ അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് സേമിയ നല്ല കട്ടിയായിട്ടൊക്കെ തോന്നും. അതൊന്നും പ്രശ്നമില്ല, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 1.5 കപ്പ് പാൽ കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ അത് അത്യാവശ്യം ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. ഇനി അത് സോഫ്റ്റായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രഷർ കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തനിയെ അത് സോഫ്റ്റായിക്കോളും. 2 വിസിൽ വരുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഒഴിക്കുന്നുണ്ട്. 1 ലിറ്റർ പാലാണല്ലോ നമ്മളെടുത്തത്, അപ്പോൾ അത് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് നട്ട്സും കിസ്മിസും ഒന്നും നെയ്യിൽ വറുത്ത് കോരി ഒഴിക്കാത്തത് കൊണ്ടാണ് ഈ സമയത്ത് നെയ്യ് ഒഴിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അവിടെ ആർക്കും നട്ട്സും ഇതൊന്നും പായസത്തിൽ കിടക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനത് ആ സ്റ്റെപ്പ് ഒഴിവാക്കിയത്. പകരം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യ് ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കാരമൽ പായസം ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.